യേശുമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ആദ്യമേ തന്നെ ഏവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ മൺമറഞ്ഞു പോയ അനേകം മനുഷ്യർക്ക് അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. അവരനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ, അവഗണനയുടെ, രക്തച്ചൊരിച്ചിലിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നല്ല ഓർമ്മകൾ നാം എന്നും ഓർക്കാറില്ല. അതിന് പ്രത്യേകം ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ആ മനുഷ്യരെയല്ല നമുക്ക് ഓർമ്മിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കാനായിലെ വിവാഹ വിരുന്നാണ് സഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. അവിടെ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ കലവറക്കാരനും കല്യാണ വീട്ടുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്, നിസ്സഹായ അവസ്ഥയിൽ ആയിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ മാതാവ് ഇടപെടുകയും തൻ്റെ പുത്രനോട് അപേക്ഷിച്ച് വെള്ളം വീഞ്ഞായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു വീഞ്ഞ് എവിടെ നിന്ന് വന്നുവെന്ന് കലവറക്കാരന് അറിയില്ലായിരുന്നു. സഭയിലേക്ക് നോക്കിയാൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ കരകയറി പോന്നിട്ടുണ്ട്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. സഭയിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അറിയാം, ദൈവത്തിൻ്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ, അതുപോലെ തന്നെ രോഗശാന്തികളിലൂടെ പരിശുദ്ധ മറിയം ഇപ്പോഴും പ്രവർത്തന നിരതയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ആ നല്ല ഓർമ്മകൾ നമുക്ക് ഓർത്തെടുക്കാനുള്ള ഒരു ദിവസമാണ്. കലവറക്കാരനെ പോലെ വീഞ്ഞ് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാത്തവരെ പോലെ നിൽക്കാതെ, പരിചാരകരെ പോലെ എവിടെ നിന്നാണ് വീഞ്ഞ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കേണ്ട ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ മറിയം പ്രവർത്തിച്ച ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്. ഇന്നത്തെ ദിവസത്തിൽ, ഇന്നത്തെ ഈ ഒരു ആഘോഷ ദിവസത്തിൽ നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ ഇടപെടലുകൾ നമുക്ക് ഓർത്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന ആ നല്ല മനുഷ്യരെ നമുക്ക് ഓർമ്മിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.